തിരുവനന്തപുരത്തെ യാഗശാലയാക്കിയ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കം. രാവിലെ 9:15 ശുദ്ധ പുണ്യാഹത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. 9:45 ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്ന പണ്ടാര അടുപ്പിൽ തീ പകർന്നതോടെ നഗരത്തിലെ 10,000-കണക്കിന് പൊങ്കാല അടുപ്പുകളിലും തീ പകർന്നു. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് എന്തായാലും തുടക്കമായിരിക്കുകയാണ്. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പകർന്നെടുത്ത അഗ്നി തിരുമുമ്പിൽ തയ്യാറാക്കിയ പണ്ടാര അടുപ്പിലേക്ക് മേൽശാന്തി തെളിയിച്ചതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായിരിക്കുന്നത്. എന്തായാലും ആറ്റുകാൽ ക്ഷേത്രം ഭക്തി നിർഭരമായ കാഴ്ചകളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഇനി പൊങ്കാല തിളച്ചു തൂകുന്നത് വരെയുള്ള കാത്തിരിപ്പാണ്. 2:15 നിവേദ്യം ഉണ്ടാകുക. പൊങ്കാലയ്ക്ക് ശേഷം ചന്ദ്രഗ്രഹണമായതിനാൽ ഉച്ചയ്ക്ക് 3:10 മുതൽ രാത്രി 7 വരെ ക്ഷേത്ര ദർശനം ഉണ്ടായിരിക്കും. പിന്നീട് രാത്രി 8:30 കുത്തിയോട്ട ബാലന്മാരെ ചുരുൾകുത്ത് ചടങ്ങ് നടക്കുക. അതിനുശേഷം രാത്രി 10:45 മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്ത് പുറപ്പെടും. നാളെ രാത്രി 9:45 കാപ്പഴിച്ച് ദേവിയെ കുടിയിളക്കും. രാത്രി 12:45 നടത്തുന്ന കുരുതി തർപ്പണത്തോടെയാണ് ഈ വർഷത്തെ പൊങ്കാല ഉത്സവത്തിന് സമാപനമാകുക. എന്തായാലും പൊങ്കാല കഴിഞ്ഞ് മടങ്ങുന്നവർക്കായി അധിക ട്രെയിൻ സർവീസുകൾ അടക്കം നടത്തുമെന്ന് റെയിൽവേ അധികൃതർ അടക്കം അറിയിച്ചിട്ടുണ്ട്. KSRTCയും പ്രത്യേക സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കി തന്നെയാണ് പൊങ്കാലയെ സ്വീകരിക്കുന്നത്. കൂടാതെ തന്നെ ഇന്ന് ജില്ലകളിലടക്കം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഭക്തി നിർഭരമായ നിമിഷങ്ങളിലൂടെയാണ് അനന്തപുരി കടന്നു പോകുന്നത്. പൊങ്കാലയ്ക്ക് ശേഷം 2:15 എന്തായാലും നിവേദ്യമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ജാതിമത അതിരുകളില്ലാതെ ഒരു സൗഹൃദത്തിന്റെ കഥ കൂടി പറഞ്ഞു പോകുന്നതാണ് ഓരോ പൊങ്കാലക്കാലവും. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പതഞ്ഞു പോകുന്ന ആ പൊങ്കാല അടുപ്പുകൾ, ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി തന്നെയാണ് ഈ ഭക്തരെല്ലാം ആ ഒരു അമ്മയുടെ തിരുമുമ്പിൽ എത്തിച്ചേർന്നത്. എന്തായാലും തലസ്ഥാന നഗരി ഒരു യാഗശാലയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തങ്ങളുടെ ആഗ്രഹ സഫലീകരണം അല്ലെങ്കിൽ അമ്മയുടെ മുന്നിൽ തങ്ങൾ തുറന്നു പറഞ്ഞ ആഗ്രഹങ്ങൾ അമ്മ നിറവേറ്റി തരുമെന്ന ഉറപ്പോടുകൂടി അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ച് മടങ്ങാനെത്തിയതാണ് ഈ 10,000-കണക്കിന് ഭക്തർ. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഈ ഒരു നിമിഷം നടക്കുന്ന ഈ പൊങ്കാല സമർപ്പണത്തിനായി ലോകത്തും രാജ്യത്തുമുള്ള ഒട്ടേറെ മലയാളികൾക്ക് പുറമെ മറ്റ് വിദേശികളടക്കം ഈ ഒരു പൊങ്കാല കാണുന്നതിനായി ആറ്റുകാൽ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരിയിൽ എത്താറുണ്ട്. എന്തായാലും ഭക്തജന നിബിഡമാണ് തലസ്ഥാനം. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ പൂർത്തിയാക്കിയിരുന്നു. യാതൊരു കുറവുകളും കൂടാതെയാണ് ഈ വർഷത്തെയും പൊങ്കാല കടന്നു പോകുന്നത്. കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു അത്യധികം ചൂട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം, ആ ഒരു സമയത്ത് ആർക്കും യാതൊരു പ്രശ്നവും ഉണ്ടാകരുത്, അല്ലെങ്കിൽ എല്ലാവർക്കും ആവശ്യമായ സംവിധാനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു. കുടിവെള്ള വിതരണം അടക്കം എല്ലാ മേഖലകളിലും പുരോഗമിക്കുകയാണ്. ആർക്കും യാതൊരു കുറവും വരാത്ത രീതിയിൽ തന്നെയാണ് എല്ലാ ക്രമീകരണങ്ങളും സർക്കാരിൻ്റെയും പോലീസ് സേനയുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ജാതി മത അതിരുകളില്ലാതെ ഒരു സൗഹൃദത്തിൻ്റെ കഥ കൂടി പറഞ്ഞു പോകുകയാണ് ഓരോ പൊങ്കാലക്കാലവും. എന്തായാലും ഭക്തി നിബിഡമായ കാഴ്ചകൾ തന്നെ. സിനിമാ മേഖലയിൽ നിന്നുള്ളവരും യാതൊരു ഏറ്റക്കുറച്ചിലുകളും ഇല്ലാതെ അമ്മയുടെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്. ആ ഒരുപോലെ പൊങ്കാല സമർപ്പിക്കാൻ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഭക്തി നിർഭരമായ കാഴ്ചകൾ തന്നെയാണ് അനന്തപുരിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പണ്ടാര അടുപ്പിൽ തീ പകർന്നതോടെ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമായി. പൊങ്കാല മറ്റ് അടുപ്പുകളിലേക്കും അഗ്നി പകർന്നതോടെ യാഗശാലയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ തലസ്ഥാന നഗരി. എന്തായാലും
പൊങ്കാലയ്ക്കെത്തുന്ന ഓരോ ഭക്തജനങ്ങൾക്കും വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളും സൗകര്യങ്ങളും ഒരുക്കി തന്നെയാണ് പൊങ്കാലയുടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ചൂട് കൂടുന്ന ഈ സാഹചര്യത്തിൽ പൊങ്കാലയ്ക്കെത്തുന്ന എല്ലാവരും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് അടക്കം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. നിർജ്ജലീകരണം തടയാനായി ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കുക, ക്ഷീണം, തലവേദന തുടങ്ങിയവ അനുഭവപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടണമെന്നും അടക്കമുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരുന്നു. അതിനായി ഒരു വോളണ്ടിയർ സംഘത്തെ തന്നെ ആരോഗ്യ വിഭാഗത്തിന്റെ മേൽനോട്ടം വഹിക്കാനായി ഈ തലസ്ഥാന നഗരിയിൽ എല്ലാ മേഖലകളിലും നിയോഗിച്ചിട്ടുണ്ട്. ഡി ബിനോയ് കൂടി ചേരുന്നുണ്ട്. ബിനോയ്, പൊങ്കാല അടുപ്പുകൾ ഉണർന്നു കഴിഞ്ഞു. നിറഞ്ഞു തുളുമ്പുന്ന അല്ലെങ്കിൽ പതഞ്ഞു പൊങ്ങുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഓരോ പൊങ്കാല അടുപ്പുകളിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഭക്തി നിർഭരമായ കാഴ്ച തന്നെയല്ലേ? തീർച്ചയായും തിരുവനന്തപുരവും അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ആലങ്കാരികമായി പറയുകയാണെങ്കിൽ അനന്തപുരി ഒരു യാഗശാലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ അഗ്നി കൊണ്ട് അല്ലെങ്കിൽ അഗ്നിയിൽ തിളച്ചു മറിയുന്ന പൊങ്കാലക്കലങ്ങളാണ് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പണ്ടാരടുപ്പിൽ തീ പകർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ പൊങ്കാല സമർപ്പണത്തിനായി എത്തിയിരിക്കുന്ന ആളുകളുടെ അടുപ്പുകളിലേക്കും അഗ്നി എത്തിച്ചു. അങ്ങനെ ആ അഗ്നി എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ പൊങ്കാല അതുമായി ബന്ധപ്പെട്ട തയ്യാറാക്കുന്ന ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം നഗരത്തിൻ്റെ എല്ലായിടങ്ങളിലും അത്തരത്തിൽ പൊങ്കാല തയ്യാറാക്കുന്ന ഒരു തിരക്കിലാണ് എല്ലാവരും, ഭക്തരെല്ലാവരും തന്നെ. സാധാരണഗതിയിൽ ആറ്റുകാൽ ക്ഷേത്രത്തിന് ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതൊരു ദൈവീകമായ സമർപ്പണമായിട്ടാണ് ഈ പൊങ്കാലയെ കണക്കാക്കപ്പെടുന്നത്. മറ്റൊരു ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ പൊങ്കാല എന്ന് പറയുന്നത്. അത്തരത്തിൽ ഈ ഒരു ദൈവീകമായ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ആറ്റുകാല സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ പൊങ്കാല ഈ നെല്ല് കുത്തി അരിയെടുത്ത് ആ പുത്തരിയിൽ ആണ് പൊങ്കാലയെങ്കിൽ ഇവിടെ അതിനുമപ്പുറത്തേക്ക് 2-3 വിഭവങ്ങൾ കൂടി തയ്യാറാക്കുന്ന പതിവുണ്ട്. അത് പ്രധാനമായും ക്ഷേത്രത്തിൻ്റെ ആചാരമനുസരിച്ചും ഒപ്പം തന്നെ നമ്മുടെ കാര്യസിദ്ധിക്ക് വേണ്ടിയുമൊക്കെ ആയിട്ടാണ് അത്തരത്തിലുള്ള വിഭവങ്ങൾ ദേവി സമർപ്പണാർത്ഥം തയ്യാറാക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും അരി അല്ലെങ്കിൽ കുത്തരിയിലുണ്ടാക്കുന്ന പൊങ്കാല അല്ലെങ്കിൽ ശർക്കര ഉപയോഗിച്ച് കുത്തരിയിൽ തയ്യാറാക്കുന്ന പായസം, അതുകൂടാതെ മണ്ടപ്പുറ്റ് എന്ന് പറയുന്നത് ചെറുപയറും നാളികേരവും അതിനൊപ്പം മാവും ചേർത്ത് തയ്യാറാക്കുന്ന മണ്ടപ്പുറ്റ്, അത് കഴിഞ്ഞ് തെരളിയപ്പം അല്ലെങ്കിൽ വയണയിളയപ്പം എന്ന് പറയുന്നത്. ഇങ്ങനെ 3 തരത്തിലുള്ള വിഭവങ്ങളാണ് സാധാരണഗതിയിൽ ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കാറുള്ളത്. അത്തരത്തിൽ ഉള്ള ഓരോ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഓരോ വിഭവങ്ങളും ഇങ്ങനെ ഈ തെരുവുകളിലൊക്കെ അല്ലെങ്കിൽ ഈ അനന്തപുരിയുടെ ഭാഗങ്ങളിലൊക്കെ തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രയധികം ആളുകൾ സാധാരണഗതിയിൽ നമ്മളിങ്ങനെ തിരുവനന്തപുരം തിരക്കുള്ള നഗരമാണെങ്കിൽ തന്നെയും ഇന്ന് അതിൽ നിന്നെല്ലാം മാറി ആ തിരക്കുകൾ മറ്റൊരു തരത്തിലേക്ക് മാറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പൊങ്കാലയുടെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലും നിയമസഭാ മന്ദിരത്തിന് മുന്നിലും നിയമസഭയ്ക്കുള്ളിൽ സമീപത്തുമൊക്കെ ആയിട്ടും ഒക്കെ അങ്ങനെ ഇവിടെ പ്രത്യേകിച്ച് ഓഫീസുകളെന്നോ അല്ലെങ്കിൽ പൊങ്കാല ഇടുന്നതിന് വേണ്ടി പ്രത്യേക നിഷ്കർഷിക്കപ്പെട്ട സ്ഥലങ്ങളോ ഒന്നും തന്നെയില്ല. എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും പൊങ്കാല ഇടുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ നഗരസഭയും ഒരുക്കിയിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ 2 ദിവസം മുമ്പേ എത്തിച്ചേർന്ന ഭക്തർ അവരവരുടെ പൊങ്കാലകൾ സമർപ്പിച്ച് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അവർ പൊങ്കാലയ്ക്കുള്ള കാര്യങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. പണ്ടാര അടുപ്പിലും പൊങ്കാല നിവേദ്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. പൊങ്കാല തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും അല്ലെങ്കിൽ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്നുമൊക്കെ കാണാൻ കഴിയുന്നത്. ഇത് ചിലപ്പതികാരവുമായി ബന്ധപ്പെട്ടും കണ്ണകി ശബ്ദവുമായി ബന്ധപ്പെട്ടുമൊക്കെ കിടക്കുന്ന അല്ലെങ്കിൽ അതുമായി ഉള്ള ഒരു ബന്ധത്തിൻ്റെ കഥ കൂടിയാണ് ഈ ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും ചടങ്ങുകളും എന്നൊക്കെ പറയുന്നത്. ദാരിക നിഗ്രഹം കഴിഞ്ഞതിന് ശേഷം തമിഴ്നാട്ടിൽ നിന്നും അല്ലെങ്കിൽ പാണ്ഡ്യനാട്ടിൽ നിന്നുമൊക്കെ വളരെ കോപവുമായി വന്ന ദേവിയെ അവരുടെ കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ പൊങ്കാലയിട്ട് സ്വീകരിച്ചു എന്നും അതിൽ കോപം ശമിച്ചുവെന്നും പിന്നീട് ദേവിയുടെ ചൈതന്യം ആറ്റുകാൽ ക്ഷേത്രത്തിൽ
കുടികൊണ്ടു എന്നുമൊക്കെയാണ് വിശ്വാസം. ആ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, ആ വിശ്വാസങ്ങളിൽ അർപ്പിച്ചുകൊണ്ട്, ആ വിശ്വാസങ്ങളിൽ വലിയ തരത്തിലുള്ള ഒരു ബന്ധം ആളുകൾക്ക് ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇത്തരത്തിൽ ഈ നടക്കുന്ന ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇത് 2 പ്രാവശ്യമാണ് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ലോക ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയത്. കാരണം ഇത്രയധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന ദൈവികമായൊരു ചടങ്ങ് ഇന്ത്യയിൽ മറ്റെങ്ങും സ്ഥലങ്ങളിലും നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രവുമല്ല, ഈ ഒരു സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമെന്നോണം ഒരു സമർപ്പണമായി ഒരു ദൈവത്തിനും അല്ലെങ്കിൽ ദേവതയ്ക്ക് മുന്നിലേക്ക് ഇത്രയധികം ആളുകൾ എത്തപ്പെടുന്നത് തന്നെ ഒരു ചരിത്രമാണ്. ആ ഒരു സംഭവം എന്ന് പറയുമ്പോൾ തന്നെ ഒരു മറ്റെങ്ങും ഇന്ത്യയിൽ മറ്റെങ്ങും തന്നെ ഇത്രയധികം സ്ത്രീകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഭക്തകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ദേവതയ്ക്കായി ഒരു ദേവതയ്ക്ക് മുന്നിൽ അഭീഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടി നടത്തുന്ന ഏറ്റവും വലിയ ഒരു സമർപ്പണ ചടങ്ങാണ് ആറ്റുകാൽ പൊങ്കാല. അതുകൊണ്ട് തന്നെ ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ഇത്രയധികം ഖ്യാതി ഉണ്ടായിരിക്കുന്നത്. കേരളം വിട്ട് മറ്റു സ്ഥലങ്ങളിൽ ജോലി തേടിപ്പോയവർ, വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നവരൊക്കെ ഈ പൊങ്കാല ദിവസങ്ങൾ നേരത്തെ തന്നെ കണക്ക് കൂട്ടി വെച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തും, അനന്തപുരിയിലേക്ക് എത്തും. അനന്തപുരിയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഇന്ന് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ പ്രത്യേകതകളുണ്ട്. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം തന്നെ, ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൻ്റെ ഉത്സവം തന്നെ 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. 9ാം ദിവസം പൗർണമി ദിവസമാണ്. ഈ പൗർണമി ദിവസത്തിലാണ് ഈ ചടങ്ങ്, ഈ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല ചടങ്ങ് നടക്കുക. അതിന് കൃത്യമായി മുഹൂർത്തമുണ്ട്. ആ പൊങ്കാല ഇട്ട് തുടങ്ങുന്നതിലും അല്ലെങ്കിൽ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരുന്നതിനും ഒപ്പം തന്നെ ആ അഗ്നി പകർന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പൊങ്കാല സമർപ്പിക്കുന്നതിനുമൊക്കെ തന്നെ ഒരു സമയവും കൃത്യമായ സമയമുണ്ട്. ആ സമയങ്ങളൊക്കെ കൊണ്ട് 2:15 പൊങ്കാലയുടെ സമർപ്പണ സമയം. അതായത് ഈ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ പൊങ്കാല അതിൽ പുണ്യാഹം തളിച്ച് വേണം പൊങ്കാല അടുപ്പിൽ നിന്നും കലങ്ങൾ മാറ്റേണ്ടത് അല്ലെങ്കിൽ കലങ്ങൾ വാങ്ങി പുറത്തേക്ക് എടുക്കേണ്ടത്. അതും ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. അതിനായി 100-ലധികം കീഴ്ശാന്തിമാരെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ക്ഷേത്രത്തിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന പൂജാ കർമ്മങ്ങൾ നടത്തി തയ്യാറാക്കിയിരിക്കുന്ന പരിശുദ്ധമായ പുണ്യവെള്ളം ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഈ കലങ്ങളിൽ തളിച്ചു കഴിയുമ്പോഴേക്കാണ് ചടങ്ങുകളുടെ പരിസമാപ്തി എന്ന് പറയുന്നത്. അത്തരത്തിൽ ആ പരിസമാപ്തി ഈ ഏകദേശം 2:15 പൂർത്തിയാകും. തിരുവനന്തപുരം നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, അതായത് അതിനൊരു ആലങ്കാരിക ഭാഷയോ ഒന്നും തന്നെയില്ല, ഭക്തിസാന്ദ്രം എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും മികച്ചത്. അതായത് ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളും ക്ഷേത്രത്തിൻ്റെ എല്ലാ മേഖലകളിലുമെല്ലാം ഈ ഭക്തരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പൊങ്കാല സമർപ്പണത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. പൊങ്കാല അടുപ്പുകളിൽ തീ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ പൊങ്കാല തയ്യാറാക്കിക്കൊണ്ട് ഇരിക്കുന്നു. ഒരു സമർപ്പണം എന്ന് തന്നെയാണ് ഈ പൊങ്കാല എന്ന് പറയുമ്പോൾ അതൊരു സമർപ്പണമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പാണ്ടിനാട്ടിൽ നിന്നാണ് ദേവിയുടെ വരവ് എന്നുള്ളത് കൊണ്ട് തന്നെ ദേവി വന്ന ആ വഴി, അതായത് നെയ്യാറ്റിൻകര ഭാഗത്തു നിന്നും ക്ഷേത്രത്തിൻ്റെ പിറകുവശം കിള്ളിയാറിൻ്റെ തീരത്ത് അങ്ങോട്ടുള്ള പ്രദേശങ്ങളിലൊന്നും സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ ഉണ്ടാകില്ല. ദേവിയുടെ ദർശനം കിട്ടുന്ന സ്ഥലങ്ങളിൽ ആണ് സാധാരണ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ ഉണ്ടാവുക. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ നേരത്തെ നടത്തുന്ന പതിവുമുണ്ട്. ഈ എത്ര ആളുകൾ അല്ലെങ്കിൽ ആയിരങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു ഭംഗിവാക്കാണെങ്കിലും അതിനും അപ്പുറത്തേക്കാണ് ഈ പൊങ്കാല ദിവസം ആറ്റുകാൽ ക്ഷേത്രത്തിൽ എത്തുന്നത്, ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തെത്തുന്നത്. അക്ഷരാർത്ഥത്തിൽ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തെ പൊങ്കാല ഒരു തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏകദേശം 24-25 കിലോമീറ്ററോളം ദൈർഘ്യമേറിയ വിസ്തൃതമായ മേഖലകളിലൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വ്യാപിച്ചു കിടക്കും. ആ സ്ഥലങ്ങളൊക്കെ തന്നെ ഒരു പുണ്യപ്രദേശമായി മാറപ്പെടുന്ന ഒരു കാഴ്ചയാണ്. കാരണം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പൊങ്കാലയുടെ തയ്യാറെടുപ്പുകൾ തുടങ്ങും. അത് ഈ പൊങ്കാല സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും. കാരണം വിവിധ സ്ഥലങ്ങളിൽ ചുടുകല്ലുകളും കലവുമൊക്കെ എത്തിച്ച്, കാരണം പുത്തൻ മൺകലത്തിൽ പുതിയ ചുടുകല്ലുകളിൽ അടുപ്പ് കൂട്ടി പുത്തൻ മൺകലത്തിൽ പൊങ്കാല ഇടുന്നതാണ് ഏറ്റവും പുണ്യം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാരണം അതുകൊണ്ട് തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും, കേരളത്തിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് തന്നെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് സാധാരണ ഈ
ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് സാധന സാമഗ്രികൾ എത്തുക, പ്രത്യേകിച്ചും കലവും ചുടുകല്ലുമൊക്കെ എത്തുക, അതൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയും 2 ദിവസം മുമ്പേ തന്നെ ഇങ്ങനെ ഭക്തരിവിടെ എത്തുന്നു. അവിടെ എത്തിയതിന് ശേഷം ആ പൊങ്കാല ഇടുന്നതിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ദേവി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സമർപ്പണത്തിൻ്റെ പുണ്യത്തിനായി അല്ലെങ്കിൽ പ്രാർത്ഥന നിരതരായിരിക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ മണിക്കൂറുകളോളം കാത്തിരിക്കുന്നവരുണ്ട്. പക്ഷേ ഇവർക്ക് ഭക്ഷണത്തിനോ കുടിവെള്ളത്തിനോ ഒന്നും തന്നെ ഒരു തരത്തിലെ ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന പതിവില്ല. അത് സാധാരണഗതിയിൽ അവിടെയുള്ള റെസിഡൻസ് അസോസിയേഷനുകൾ, അതിനുമപ്പുറം വിവിധ സംഘടനകൾ, അങ്ങനെ തുടങ്ങി എല്ലാവരും ചേർന്ന് അവർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കും, കുടിവെള്ളം ഒരുക്കി കൊടുക്കും. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും അവർക്കായി തയ്യാറാക്കി കൊടുക്കുന്നൊരു പതിവുണ്ട്. അങ്ങനെ ഏകദേശം 1 വർഷത്തെ കാത്തിരിപ്പാണ്. ഇന്ന് ഈ പൊങ്കാല കഴിഞ്ഞാൽ അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, 1 വർഷം കൊണ്ടുള്ള തയ്യാറെടുപ്പ് അവിടെ തുടങ്ങിയിരിക്കും. അത് പൊങ്കാല ഏറ്റവും മെച്ചമായ രീതിയിൽ നടത്തുന്നതിന്, ഒപ്പം അടുത്ത വർഷം പൊങ്കാലയ്ക്ക് വേണ്ടി എടുത്തുന്നവരെ സ്വീകരിക്കുന്നതിന്, അങ്ങനെ തുടങ്ങി എല്ലാ അർത്ഥത്തിലും തിരുവനന്തപുരം അല്ലെങ്കിൽ അനന്തപുരി ഒരു വർഷത്തെ തയ്യാറെടുപ്പും കാത്തിരിപ്പുമാണ് ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ളത് എന്ന് പറയേണ്ടി വരും. ഈ കൃത്യം 9:45 തന്നെ പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ നിന്നും കൊളുത്തിയ ആ ദീപം ക്ഷേത്രമുറ്റത്തുള്ള പണ്ടാര അടുപ്പിലേക്ക് അല്ലെങ്കിൽ ആ ദീപം പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി. ഇപ്പോൾ പൊങ്കാലയൊക്കെ പല സ്ഥലങ്ങളിലായി അതതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ പൊങ്കാലയൊക്കെ തിളച്ച് മറിഞ്ഞ് അത് പാകമായി കഴിയുന്ന കാഴ്ചകളാണ് നമുക്ക് ഈ നഗരത്തിൻ്റെ പല സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നത്. 20-ാം ദിവസം പൗർണമിയുടെ അന്നാണ് ഈ പൊങ്കാല നടക്കുക. അങ്ങനെ ഉള്ള ആ പൊങ്കാലയുടെ ചടങ്ങുകൾ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. ക്ഷേത്രത്തിലെ ക്രമസമാധാന പാലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അവരെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടി, കാരണം അഗ്നിയാണ് പ്രധാനം. അഗ്നി ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലൊക്കെ ഏതെങ്കിലും ആപത്തുകൾ ഉണ്ടായാൽ അതിൽ നിന്നൊക്കെ ആളുകളിലെ, കാരണം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെയുള്ള സംവിധാനങ്ങൾ ക്ഷേത്രത്തിലുണ്ട്, ക്ഷേത്ര പരിസരത്തുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നേരത്തെ തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിഭയങ്കരമായ ചൂട് മുകളിൽ നിന്നും, അതായത് സൂര്യൻ്റെ കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യനും അടുപ്പിലെ ചൂടുമൊക്കെ ആയി കഴിയുമ്പോഴേക്കും ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാകുന്ന പതിവുകളുണ്ട്. അതിനൊക്കെ വൈദ്യസഹായം എത്തിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം നഗരത്തിലെയും നഗരത്തിന് പുറത്തുനിന്നുമുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ഒരു വലിയ സംഘം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും എല്ലാ തരത്തിലുള്ള എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ കഴിയുമോ, ഏതൊക്കെ തരത്തിൽ പൊങ്കാല ഇടാൻ എത്തുന്നവരെ സഹായിക്കാൻ കഴിയുമോ, അങ്ങനെ ഉള്ള ആളുകളെ സഹായിക്കുന്ന തരത്തിൽ ഉള്ള ഒരു കൂട്ടായ്മ കൂടി ആയി മാറുകയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരുക്കങ്ങൾ വളരെ വലുതാണ്. ഇന്ന് പൊങ്കാല കഴിഞ്ഞാൽ അടുത്ത പൊങ്കാലയ്ക്ക് 2027 പൊങ്കാലയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ഇന്നു മുതൽ തന്നെ തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ക്ഷേത്രവും ക്ഷേത്ര പരിസരത്തുമൊക്കെ തന്നെ അതിൻ്റെ തയ്യാറെടുപ്പ് ഇന്ന് ഈ പൊങ്കാല അടുപ്പുകൾ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ അത് തുടങ്ങിക്കഴിയും. ഒപ്പം തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശുചീകരണത്തിന് വേണ്ടി വലിയ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം ഈ റോഡുകളുടെ ദേശീയപാതയുടെയൊക്കെ സമീപത്താണ് ഇത്തരത്തിൽ പൊങ്കാല നിവേദ്യം നടത്തുന്നത്. അതിനുശേഷം ഉപേക്ഷിച്ച് പോകുന്ന വസ്തുക്കൾ, പാഴ്വസ്തുക്കളൊക്കെ മാറ്റുന്നതിന് വേണ്ടി കോർപ്പറേഷൻ തന്നെ വലിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ സംവിധാനങ്ങളിൽ പ്രധാനമായും പ്ലാസ്റ്റിക് ഒഴിവാക്കപ്പെടും, ഒപ്പം തന്നെ ചുടുകല്ലുകൾ മാറ്റപ്പെടണം. ഇതൊക്കെ മാറ്റുന്ന ജോലി പ്രധാനമായിട്ടും കോർപ്പറേഷനാണ്. ഇന്ന് 3 മണിയോടുകൂടി തന്നെ വളരെ വേഗത്തിൽ പൊങ്കാല സമർപ്പണം കഴിഞ്ഞാൽ നഗര ശുചീകരണത്തിലേക്ക് കടക്കുമെന്ന് മേയറും പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു സമർപ്പണത്തിൻ്റെ പൂർത്തീകരണത്തിന് തൊട്ട് പിന്നാലെ നഗര ശുചീകരണം കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് പറയാൻ കഴിയും. ഗതാഗത സൗകര്യങ്ങൾ കൃത്യമായും ഒരുക്കിയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള ഗതാഗത സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി സ്പെഷ്യൽ ട്രെയിനുകളുണ്ട്, മറ്റ് KSRTC സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ഒരു നാടിൻ്റെ ഉത്സവത്തെ എല്ലാവരും ഒരുമിച്ച് ഏറ്റെടുക്കുമ്പോൾ അതെത്ര മഹത്തരമാകും എന്നതിൻ്റെ ഒരു വലിയ കാഴ്ചയായി മാറപ്പെടുകയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയേണ്ടി വരും, എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. ഇവിടെ സാധാരണഗതിയിൽ വീടുകളിലൊക്കെ തന്നെ ഒരു പരിചയമില്ലെങ്കിൽ തന്നെയും വീടുകളിലൊക്കെ എത്താനും അവിടെ പൊങ്കാല സമർപ്പണത്തിന് എത്തുന്നവർക്ക് കുടിവെള്ളം നൽകാനുമൊക്കെ എല്ലാവരെയും സ്വീകരിക്കാൻ, തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ തയ്യാറാവുന്നൊരു കാഴ്ച തിരുവനന്തപുരത്ത്
നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിനും അപ്പുറത്ത് ഏറ്റവും പ്രസിദ്ധമാണ് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ സമീപമുള്ള മണക്കാട്. അവിടെ ഒരു പ്രസിദ്ധമായ മസ്ജിദുണ്ട്. മതവിശ്വാസങ്ങളുടെ നാൾ വഴികളാണ്. പ്രത്യേകിച്ചും അവരുടെ വ്രതാനുഷ്ഠാനങ്ങൾ നടക്കുന്ന സമയമാണ്. പകൽ സമയത്ത് അവർ ഭക്ഷണങ്ങൾ ത്യജിച്ചുകൊണ്ട് അവരുടെ വ്രതാനുഷ്ഠാനങ്ങൾ നടക്കുന്ന സമയത്തും അവർ ഈ പൊങ്കാലയിടുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ഭക്ഷണമൊരുക്കുന്നു, കുടിവെള്ളമൊരുക്കുന്നു, ഇവരെ സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു കാഴ്ച കൂടി പ്രത്യേകതകളുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മതവിശ്വാസങ്ങളെ അല്ലെങ്കിൽ വിശ്വാസങ്ങളെ ഒരേപോലെ എല്ലാവരും ചേർന്ന് സ്വീകരിക്കുന്ന ഒരു പ്രത്യേകതയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിനുള്ളത്, ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആറ്റുകാൽ പൊങ്കാലയുടെ കീർത്തി അല്ലെങ്കിൽ യശസ് ഇത്രയധികം നാട് കടന്നു പോയിരിക്കുന്നതും. കേരളം വിട്ട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ജോലിക്ക് പോയിരിക്കുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം ആളുകളും ആറ്റുകാൽ പൊങ്കാല ദിവസം ഇവിടെ എത്തുന്നു. അവരുടെ വീടുകൾ, തിരുവനന്തപുരത്തെ വീടുകളിലേക്ക് എത്തുന്നു. അവരുടെ തൊട്ടു പിന്നാലെ അവരുടെ ബന്ധുക്കളെത്തുന്നു, അല്ലെങ്കിൽ പരിചയക്കാരെത്തുന്നു. അങ്ങനെ പൊങ്കാലയോട് അടുക്കുന്ന ദിവസങ്ങളൊക്കെ തന്നെ ആ വീടുകളിലെ ചടങ്ങുകളുടെ ഭാഗം കൂടിയായി മാറുന്ന ഒരു കാഴ്ചയും നമുക്ക് തിരുവനന്തപുരം നഗരത്തിൽ കാണാൻ കഴിയും. കുടിവെള്ളം ഉൾപ്പെടെയുള്ളവ എത്തിക്കുന്നതിന് വലിയ സംവിധാനങ്ങൾ, അതായത് ഈ പൊങ്കാലയിട്ട് ക്ഷീണിക്കുന്നവർക്ക് ഭക്ഷണം, കുടിവെള്ളം എന്നിവ എത്തിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ സംഘടനകൾ മത്സരിക്കുന്നൊരു കാഴ്ച. അവർക്ക് എന്തൊക്കെ ആഹാരം കൊടുക്കണം, രാവിലെ പ്രഭാത ഭക്ഷണം മുതൽ ഉച്ചഭക്ഷണം വരെ നൽകുന്നതിന് വേണ്ടി സംഘടനകൾ നടത്തുന്ന തയ്യാറെടുപ്പുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അങ്ങനെ തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ ഒരു യാഗശാലയായി മാറിക്കഴിഞ്ഞിരിക്കുക. ധൂമ ദീപ അഗ്നി ആൽ ഇങ്ങനെ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഒക്കെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരു ക്ഷേത്രത്തിൻ്റെ സമീപത്ത് നിൽക്കുന്ന അതേ ഒരു അന്തരീക്ഷം നഗരത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അനുഭവിച്ചറിയുവാൻ കഴിയുന്നു. കാരണം കർപ്പൂരം എരിയുന്നതിൻ്റെയും ചന്ദനത്തിരി എരിയുന്നതിൻ്റെയും ഒക്കെ വളരെ ഒരു ഹൃദ്യമായ അനുഭവം നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരത്തിൽ ഈ ക്ഷേത്രവും പരിസരവും മാത്രമല്ല, അതിനുമപ്പുറം കിലോമീറ്ററുകൾക്കപ്പുറം പരന്നിരിക്കുകയാണ് ഈ ഭക്തിയുടെ അല്ലെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ വലിപ്പം എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്, സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൊങ്കാല ഇടുന്നതിന് സ്ഥലങ്ങൾ ഉണ്ട്. ഇവിടെയും അത്തരത്തിൽ സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ദേവി തമിഴ്നാട്ടിൽ നിന്നും എത്തി എന്നല്ലെങ്കിൽ പാണ്ഡ്യ രാജ്യത്ത് നിന്നും എത്തി എന്നുള്ളതാണ്. വളരെ സംഹാരരുദ്രയായി പാണ്ഡ്യ നാട്ടിൽ നിന്നും ദാരിക നിഗ്രഹം കഴിഞ്ഞും എത്തുന്ന ദേവിയുടെ കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടി കിള്ളിയാറിൻ്റെ തീരത്ത് ഇത്തരത്തിൽ പൊങ്കാലയിട്ട് ദേവിയെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പൊങ്കാല ഒരുക്കുന്നത്. ശരി, ബിനോയ് സൂചിപ്പിച്ചതുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. തലസ്ഥാന നഗരി യാഗശാലയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അനന്തപുരിയുടെ മണ്ണിൽ ആയിരങ്ങൾ പൊങ്കാല സമർപ്പിച്ച ആ ചടങ്ങുകൾ